നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും നമുക്കേവർക്കും കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു. എങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആർ? അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെ ആകയാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവായ ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെ, വിശുദ്ധ പുനരുദ്ധാനത്തിൻ്റെ ശേഷം വരുന്ന 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ദിനത്തിൻ്റെ ചിന്ത കേന്ദ്ര വിഷയം എന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾ ഉൾക്കൊള്ളുവാനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ജീവിക്കുവാനുള്ള കൃപയേകുന്ന എന്നുള്ള പ്രാർത്ഥനാ ചിന്ത തന്നെയാണ്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കൊക്കെ അയക്കുമ്പോൾ കർത്താവ് അവരോടുകൂടെ പറഞ്ഞ ഏക കാര്യം സകലരെയും എൻ്റെ ശിഷ്യരാക്കി തീർക്കുവൻ എന്നതാണ്. സ്വർഗാരോഹണം ചെയ്യുവാനായിട്ട് നിൽക്കുന്ന വേളയിലും കർത്താവ് ശിഷ്യന്മാരെ 11 പേരൊക്കെ കൂട്ടിച്ചേർത്ത് അവരോടുകൂടെ പറയുന്നത്, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും സകല ജാതികളെ എൻ്റെ ശിഷ്യരാക്കി തീർക്കുവൻ എന്നതാണ്. അങ്ങനെ ദൈവം നൽകിയ ദൗത്യങ്ങളുമായി മുന്നോട്ട് യാത്ര ചെയ്യുന്ന ശിഷ്യ സമൂഹത്തെ ഈ ദൗത്യം ചെയ്ത് പൂർത്തീകരിക്കുവാനായിട്ട് സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. യോഹന്നാൻ സുവിശേഷകൻ അതിൻ്റെ 16-ാം അധ്യായം 12 മുതൽ വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ അടുക്കിലേക്ക് വരും, സത്യത്തിൻ്റെ ആത്മാവ് സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. പ്രിയരെ, യേശുവിൻ്റെ ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ വലിയൊരു ദൗത്യത്തിലേക്ക് കർത്താവ് നിയമിച്ചാക്കപ്പെടുമ്പോൾ ആ ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് ആ ശിഷ്യന്മാരെ സഹായിച്ചത്, ആ ശിഷ്യന്മാരെ പ്രേരിപ്പിച്ചത്, അവരെ ബലപ്പെടുത്തത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ആത്മാവിൻ്റെ വരവ് തന്നെയാണ്. ഈ ഒരു ആത്മാവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ആത്മാവ് പ്രാപിക്കപ്പെട്ടുകൊണ്ട് ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് അവർ ഉയർത്തെഴുന്നേൽക്കുകയും അത്തരത്തിലുള്ള പുതുക്കത്തോടുകൂടെ പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെ ചില പ്രവർത്തനങ്ങളെയാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുക. കർത്താവ് തൻ്റെ ശിഷ്യന്മാരായ ദൈവവേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് യാതൊരു യോഗ്യതയും ഇല്ലാത്തവരെ തന്നെയാണ്. മോശയെക്കുറിച്ച് നാം ഒന്ന് വായിക്കുമ്പോൾ മോശയെക്കുറിച്ച് പറയുന്നത്, മോശ ഒരു കൊലപാതകിയായിരുന്നു. പാപം ചെയ്ത് പാപത്തിൻ്റെ താഴ്വാരങ്ങളിൽ കൂടെ യാത്ര ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയോട് ഒളിച്ച് ജീവിക്കപ്പെടുന്നൊരു മനുഷ്യൻ. അവന് തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേച്ചുകൊണ്ട് മരുഭൂമി നിൽക്കുമ്പോഴാണ് മോശയ്ക്കൊരു വിളിയുണ്ടാകുന്നത്, എൻ്റെ ജനത്തെ വിടുവിക്കുവാൻ നീ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോവുക. മോശ മിസ്രൈമിൽ ജീവിച്ചവനാണ്, ആ മിസ്രൈമിൽ പാപം ചെയ്തവനാണ്, മിസ്രൈമിൽ തെറ്റ് ചെയ്തവനാണ്, മിസ്രൈമിൽ നിന്ന് ഓടി ഒളിച്ചവനാണ്. അതേ ഇടത്തേക്കൊന്ന് മടങ്ങിപ്പോകുവാനായിട്ട് ദൈവം മോശയെ നിയമിക്കപ്പെടുമ്പോൾ മോശയുടെ ജീവിത പശ്ചാത്തലം എന്ന് പറയുന്നത് മനുഷ്യ കണ്ണിന് യോഗ്യതകളില്ലാത്ത ഒരു ജീവിത പശ്ചാത്തലം മോശയ്ക്കുണ്ടായിരുന്നു. ആ ജീവിത പശ്ചാത്തലത്തിൽ ജീവിക്കപ്പെടുന്ന മോശയെ കർത്താവ് തിരഞ്ഞെടുത്ത് തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, തൻ്റെ പദ്ധതിക്ക് വേണ്ടി നിയമിക്കപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ കണ്ണ് മനുഷ്യരുടെ കണ്ണിനെ പോലെ അല്ല എന്നും, മനുഷ്യൻ്റെ കണ്ണിനെ നോക്കുന്നത് പോലെ ദൈവം മനുഷ്യരുടെ ഹൃദയത്തെ നോക്കി ആ ഹൃദയത്തിൻ്റെ ആഴങ്ങളുടെ അനുതാപത്തെ തിരിച്ചറിഞ്ഞ് മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ള ഒരു തീവ്രമായ ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തെ മോശയുടെ തിരഞ്ഞെടുപ്പിൽ കൂടെ നമുക്ക് കാണുവാനേ സാധ്യമാകും. യേശു തൻ്റെ 12 ശിഷ്യന്മാരെ വിളിക്കുമ്പോഴും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള അയോഗ്യതകളായിരുന്ന ജനതയെ തന്നെയാണ്. പാപികളായി ജീവിച്ചവർ, ചുങ്കക്കാരായി ജീവിച്ചവർ,
മത്സ്യം പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഉപജീവന മാർഗങ്ങളിലൂടെ കടന്നുപോയവർ, തള്ളിപ്പറയുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും ചേർത്ത് പിടിച്ച പത്രോസ്, ഒറ്റിക്കൊടുക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും ചേർത്ത് പിടിച്ച യൂദ, അങ്ങനെ പാപത്തിൻ്റെ താഴ്വാരങ്ങളിൽ കൂടെ യാത്ര ചെയ്ത് എല്ലാവരെയും കർത്താവ് വിളിച്ച് തൻ്റെ ശിഷ്യത്വ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ ശിഷ്യത്വ പദവിയുടെ മഹത്വത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ആണെന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ് ഇന്നത്തെ വേദഭാഗം നമുക്ക് നൽകുന്നത്. നാം ഇവിടെ വായിച്ചു കേട്ടു പത്രോസ് യേശുവിൻ്റെ അപ്പോസ്തലനാണ്. പത്രോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം ഒന്ന് പഠിക്കുകയാണെങ്കിൽ പത്രോസ് പാപത്തിൽ ജീവിച്ചവനാണ്. യേശുവിനെ ഒരിക്കലും തള്ളിപ്പറയുകയില്ല എന്ന് തൻ്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് പോലും യേശുവിനെ ഒരു സുപ്രഭാതത്തിൽ തള്ളിപ്പറയപ്പെടുന്ന പത്രോസ്, ജീവിത സാഹചര്യത്തിന് നിലനിൽപ്പിന് വേണ്ടി തള്ളിപ്പറയപ്പെടുന്ന പത്രോസ്, ആ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുമ്പോഴും പത്രോസ് യേശുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്. തൻ്റെ അനുതാപ ഹൃദയത്തോടു കൂടെ മടങ്ങി വരികയാണ്. പത്രോസിനെ കർത്താവ് സ്നേഹിക്കുകയാണ്. പത്രോസിനെ കർത്താവ് ചേർത്ത് പിടിക്കുകയാണ്. പത്രോസിനോട് കൂടെ കർത്താവ് പറയുന്നത് തന്നെയാണ്, എൻ്റെ ആടുകളെ മേയ്ക്കുക. പത്രോസിനെ കർത്താവ് അകറ്റി നിർത്തുന്നില്ല, പത്രോസിനെ കർത്താവ് മാറ്റി നിർത്തുന്നില്ല. പത്രോസിനെ തൻ്റെ ശുശ്രൂഷയുടെ മഹത്വത്തിലേക്ക് തിരഞ്ഞെടുക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ യോഹന്നാൻ സുവിശേഷകൻ വരച്ചു കാണി. അതേ പത്രോസ് ജാതികളുടെ പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ട് വിജാതിയുടെ അടുക്കലേക്ക് പോയി ദൈവീകമായ മഹത്വത്തിൻ്റെ സന്ദേശം വിളമ്പിക്കൊടുത്ത് യെരുശലേമിലേക്ക് മടങ്ങി വരികയാണ്. അങ്ങനെ യെരുശലേമിലേക്ക് മടങ്ങി വരുന്ന പത്രോസിനെ ഒരു വലിയ പുരുഷാരം ചോദ്യം ചെയ്യുന്നു, വിചാരണ ചെയ്യുന്നു, കുറ്റാരോപണം പെടുത്തുകയാണ്. അവിടെ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ്? നീ ജാതികളോടുകൂടെ ഭക്ഷിച്ചുവോ? നീ ജാതികളുടെ അടുക്കലേക്ക് കടന്നുപോയോ? നീ ജാതികളോടുകൂടെ ഇടപെട്ടുവോ? അങ്ങനെ ഒരു വലിയ കുറ്റാരോപണത്തിൻ്റെ മധ്യേ വിചാരണ ചെയ്യപ്പെടുന്ന വേളയിൽ പത്രോസ് പറയുന്ന ഒരു ചിന്തയുണ്ട്, ദൈവം തന്നെ അയച്ചു, ദൈവം തന്നിൽ ഇടപെട്ടു, ഞാൻ പോയി പ്രവർത്തിച്ചു അവരോടുകൂടെ സുവിശേഷത്തിൻ്റെ മഹത്വം. പ്രിയമുള്ളവരെ, ഇവിടെ പത്രോസിനോട് കൂടി ചോദിക്കുന്നത്, നീ അവരോടുകൂടെ ഭക്ഷിപ്പാനായിട്ട്, നീ അവരോടുകൂടെ പാർക്കുവാനായിട്ട് കടന്നുപോയി. അവർ യഹൂദന്മാരല്ല, വിജാതീയരാണ്. യഹൂദന്മാരുടെ കാഴ്ചപ്പാട് പാപികളെ ജീവിക്കപ്പെടുന്നവരാണ്. അത്രയേറെ പാപത്തിൻ്റെ അനുഭവങ്ങൾ ജീവിക്കപ്പെടുന്ന ആ ജനത്തെ വീണ്ടെടുക്കുവാനായിട്ട്, ആ ജനത്തെ രക്ഷിക്കുവാൻ കർത്താവ് നിയമിച്ചത് പത്രോസിനെയാണ്. പാപിയായിരുന്ന പത്രോസിനെയാ, പാപം ചെയ്തിരുന്ന പത്രോസിനെയാ, പാപത്തിന്റെ താഴ്വാരങ്ങളിൽ കൂടെ കടന്നുപോയ പത്രോസിനെയാ. ആ പത്രോസ് പറയണം, ദൈവം ആത്മാവിനായി എന്നോടുകൂടെ കൽപ്പിച്ചു, ഞാൻ അവരോടുകൂടെ പോയി, ഞാൻ അവരോടുകൂടെ താമസിച്ചു, ഞാൻ അവരോടുകൂടെ ഭക്ഷിച്ചു, ദൈവം എന്നോട് കടലിച്ചതല്ലേ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുക. ഈ വേദഭാഗം വായിക്കുമ്പോൾ 3 ചിന്തകളെ പത്രോസ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്ന 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, കുറ്റാരോപണം, വിചാരണ നടത്തുന്ന ഒരു സമൂഹം. വിചാരണയുടെ മധ്യയും തകർന്നു പോകാതെ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ വെളിപ്പെടുത്തുന്ന പത്രോസ്. അതാണ് ഒന്നാമത്തെ ഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുക. ഇവിടെ ജനം പത്രോസിൽ നോക്കിക്കാണുന്ന കുറ്റം എന്ന് പറയുന്നത് സുവിശേഷം പങ്കുവച്ച ഒരു കുറ്റമല്ല. വിജാതികളോടുകൂടെ പോയിരുന്നു, വിജാതികളോടുകൂടെ സംസാരിച്ചു, വിജാതീയരോടുകൂടെ ഭക്ഷിച്ചു, വിജാതീയരോടുകൂടെ താമസിച്ചു എന്നതാണ്. ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അതിനൊരർത്ഥമുണ്ട്. അവരോടുകൂടെ അവിടെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുക എന്നതാണ്. ഒരുവൻ ഒരു വ്യക്തിയുടെ തീന്മേശയിൽ പങ്കുചേരുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയോടുകൂടെ, ആ കുടുംബത്തോടുകൂടെ, ആ ഭവനത്തോടുകൂടെയുള്ള അതിയായ സ്നേഹത്തെയും ആഴമേറിയ ബന്ധത്തെയും ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയപ്പെടുന്നത്. ഇവിടെ പത്രോസ് ഈ ഒരു ഭക്ഷണം കഴിക്കുവാനായിട്ട് വിജാതിയുടെ അടുക്കലേക്ക്, യഹൂദന്മാരല്ലാത്തവരുടെ അടുക്കലേക്ക് കടന്നുപോയത് അവരോടുകൂടെയുള്ള ആ ഒരു ആഴമേറിയ ബന്ധം, ദൈവികമായ ബന്ധത്തെ സ്ഥാപിക്കുവാനായിട്ട്, അത് വെളിപ്പെടുത്തുവാനായിട്ട് തന്നെയാണ്. എന്നാൽ ജനം നോക്കിക്കാണുന്ന ആ ഒരു കുറ്റം എന്ന് പറയുന്നത് യഹൂദന്മാർ അല്ലാത്തവരോടുകൂടെ ഭക്ഷണം കഴിച്ചു എന്നതാണ്. യഹൂദന്മാർ അല്ലാത്തവരോടുകൂടെ ഇടപെട്ടു എന്നത് തന്നെയാണ്.
പ്രിയമുള്ളവരെ, അവിടെയും നമുക്ക് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ കാണുന്ന ഒരു ചിന്തയാണ് കാണുവാൻ കഴിയും. കുറ്റാരോപണം ചെയ്യപ്പെടുന്നത്, എന്തിനും ഏതിനും കുറ്റവിചാരണ ചെയ്യപ്പെടുന്ന, വിമർശിക്കപ്പെടുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണുവാനേ സാധ്യമാകും. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ നമ്മൊന്ന് കടന്നു വരികയാണെങ്കിൽ, യേശുക്രിസ്തു ഇത്തരത്തിലുള്ള ഒരു കുറ്റാവിചാരണത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. യേശുക്രിസ്തുവിനോടുകൂടെ ചോദിക്കുന്നുണ്ട്, നീ പാപികളോടുകൂടെ ഇടപെടുന്നവനാണ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോടുകൂടെ നിങ്ങളുടെ ഗുരു പാപികളോടുകൂടെ, ചുങ്കക്കാരോടുകൂടെ ഭക്ഷിക്കുന്നു, അവരോടുകൂടെ താമസിക്കുന്നു, അവരോടുകൂടെ ഇടപെടുന്നു. ക്രൂശിന്റെ മഹത്വത്തിലേക്ക് ഇറങ്ങി യാത്ര ചെയ്ത ക്രിസ്തുവിനെ അവിടെ കുറ്റപ്പെടുത്തുന്നവൻ ദൈവദൂഷണം പറഞ്ഞു. ഒരു വലിയ സമൂഹം യേശുവിൻ്റെ നന്മകൾ അനുഭവിച്ചിട്ടും യേശു കൊടുക്കുന്ന നേട്ടങ്ങൾ അനുഭവിച്ചിട്ടും അവൻ പാപികളോടുകൂടെ ഭക്ഷിക്കുകയും പാപികളോടുകൂടി ജീവിക്കുന്നു, ശബത്തിനെ അവൻ അശുദ്ധമായി നോക്കിക്കാണുന്നു എന്നൊക്കെ പറയപ്പെടുന്ന ഒരു വലിയ സമൂഹം യേശുവിൻ്റെ ചുറ്റുമുണ്ടായിരുന്നു എന്നതാണ്. ജനമേശുവിനെ കുറ്റപ്പെടുത്തിയത് അവൻ ചെയ്ത ശുശ്രൂഷ ജീവിത രീതികളെ ഓർത്തിട്ട് അല്ല, അവൻ ചെയ്ത സുവിശേഷ പ്രവർത്തനങ്ങളെ എല്ലാം കുറ്റപ്പെടുത്തി, മറിച്ച് അവൻ പാപികളോടുകൂടെ ഭക്ഷിച്ചു എന്നതാണ്. യേശുവിനെ അവർ കുറ്റപ്പെടുത്തത് അവൻ രോഗികളെ ശബത്തിൽ സൗഖ്യമാക്കി എന്നതാണ്. യേശുവിനെ ജനം കുറ്റപ്പെടുത്തിയത് അവർ ദൈവദൂഷണം പറയൂ എന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കുറ്റാരോപണത്തിന്റെ വിചാരണയുടെ മധ്യേ നിൽക്കപ്പെടുമ്പോൾ യേശു പറയുന്നൊരു കാര്യം എങ്ങനെയാണ്? ഞാൻ ശബത്തിനും കർത്താവാകുന്നു എന്നാണ്. ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാൻ അത്രേ കടന്നു വന്നവൻ എന്നാണ്. ഞാൻ ദൈവികമായ മഹത്വത്തിന്റെ ദർശനം വിളിച്ചു പറയുവാൻ വന്നവനാണ്. അത് ക്രിസ്തു പറഞ്ഞതാണ്. ഇവിടെ പത്രോസിനെ ജനസമൂഹം കുറ്റം വിധിക്കുമ്പോഴും ജനസമൂഹം കുറ്റാരോപിതനായി വിചാരണ നടത്തുമ്പോഴും പത്രോസ് തകർന്നു പോകാതെ തനിക്കുണ്ടായ ആത്മവിവസനത്തെക്കുറിച്ച്, ആത്മീകമായ ദർശനത്തെക്കുറിച്ച് പങ്കുവയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, കുറ്റപ്പെടുത്തുവാനായിട്ട് ഒത്തിരിയേറെ പേർ നമ്മുടെ ചുറ്റുപാട് ഉണ്ടാകാം. ആ കുറ്റപ്പെടുത്തലിൻ്റെ മധ്യേയും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രഘോഷിക്കുവാനത്രേ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന ആ വിചാരണകളുടെ മധ്യേയും കർത്താവിൽ ആശ്രമിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരാലോചനയാണ് പത്രോസ് തൻ്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് നൽകുന്നത്. രണ്ടാമത് പത്രോസ് നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് 4 മുതൽ 17 വരെയുള്ള വാക്യം നമ്മൊന്ന് വായിക്കുമ്പോൾ ഒരേ ചിന്ത അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു നീണ്ട ഈ കുറ്റവിചാരണത്തിന്റെ മധ്യേയും നീണ്ട ദൈവിക ദർശനത്തെക്കുറിച്ച് പറയുകയാണ്. ഞാൻ യോപ്പയിലായിരുന്നപ്പോൾ ആത്മവിവശനായി തീർന്നു. ഞാനൊരു ദർശനം കണ്ടു. ആകാശം നിന്ന് കുട്ടയിറങ്ങി വന്നു. അവിടെ മലിനമാകുന്നതും മലിനമല്ലാത്തതുമാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. എന്നോട് ഭക്ഷിക്കുക എന്ന് പറയും. ഞാനത് ഭക്ഷിച്ചില്ല. കർത്താവ് ചോദിക്കും, ദൈവം ശുദ്ധീകരിച്ച നീ മലിനമെന്ന് എന്തിനു പറയുന്നു? എങ്കിലും 3 പ്രാവശ്യം ആ ഒരു ദർശനമുണ്ടായിട്ടും അതിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നില്ല എന്നൊക്കെ പത്രോസ് പറയുക. തുടർന്ന് പത്രോസ് പറയുന്നു, 6 പുരുഷന്മാരോടുകൂടെ ഞാൻ ഇറങ്ങിച്ചെന്നു. ഞാൻ യോപ്പയിലേക്ക് കടന്നുപോയി. അവരോടുകൂടെ ഇടപെട്ടു, അവരോടുകൂടെ ഭക്ഷിച്ചു, അവരോടുകൂടെ താമസിച്ചു. ഇത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല, എൻ്റെ തീരുമാനമല്ല, ദൈവം അത്രേ എന്നെ അവരിലേക്ക് നയിച്ചത്. അതാണ് 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകുവാൻ ആത്മാവ് എന്നോടുകൂടെ ഇടപെട്ടു. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവം എന്നോട് കൂടെ കൽപ്പിച്ചത് തടുക്കുവാനായിട്ട് എനിക്ക് കഴിയുമോ? ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന കേട്ട് മുന്നോട്ട് കടന്നുപോയി. രണ്ടാമത് നൽകുന്ന ചിന്ത ഇത്ര മാത്രമേ ഉള്ളൂ. തന്നിലുണ്ടാവുന്ന ദൈവിക ഇടപെടലിനെ ഒന്ന് വിശദീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ദൈവം എന്നിൽ ചെയ്ത പ്രവൃത്തികൾ, ദൈവം എന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, ദൈവികമായി ഇടപെടലിൻ്റെ പ്രവൃത്തികൾ, ഇതൊക്കെ ഒന്ന് വിശദീകരിച്ചു കൊടുക്കുവാൻ, സമൂഹത്തോട് കൂടെ ഒന്ന് സാക്ഷീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഇവിടെ പത്രോസിനെ കുറ്റവിചാരണ ചെയ്യുമ്പോൾ പത്രോസ് ഒന്നുകൊണ്ട് യോഗ്യനല്ല. പത്രോസ് സുവിശേഷം എടുക്കുവാൻ യോഗ്യനല്ല. പത്രോസ് പ്രസംഗിക്കുവാൻ യോഗ്യനല്ല. ആ പത്രോസിനെ യോഗ്യനാക്കി തീർത്ത ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ കുറിച്ചാണ് പത്രോസ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലേക്ക് വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നയിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ആലോചന നൽകി. ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നടത്തി. ദൈവത്തിൻ്റെ ആത്മാവ് എവിടേക്കാണ് പോകുവാൻ പറയുന്നത്, അവിടേക്ക് ഞാൻ പോയി. ദൈവമത്രേ എന്നെ പ്രവർത്തിച്ചു എന്ന് ആ വിമർശനത്തിൻ്റെ മധ്യേയും കുറ്റാരോപണത്തിൻ്റെ മധ്യേയും പത്രോസിന് പറയുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവികമായ ഇടപെടലത്തിൻ്റെ സാക്ഷീകരണത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിക്കുവാനും വെളിപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് കഴിയണം. ഞാൻ പറയേണ്ട മോശ, അവൻ പാപിയാണ്, പാപം ചെയ്തവനാണ്.
ആ മോശ പാപത്തിൻ്റെ അഗാധമാകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകപ്പെടുമ്പോൾ ദൈവം മോശയെ വിളിക്കുന്നുണ്ട്. ആ വിളിച്ച ദൈവം മോശയോടുകൂടെ പറയുകയാണ്, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുക, നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പൊയ്ക്കൊള്ളുക, നീ മിസ്രൈമിലേക്ക് പോവുക, അവിടുത്തെ എൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അവിടെ എൻ്റെ ജനത്തെ വിടുവിക്കുക, അവരെ ആത്മാവിൽ വഴിനടത്തി അവർക്ക് വെളിപ്പെടുത്തുവാനിരിക്കുന്ന കാണിക്കുവാനിരിക്കുന്ന കനാന്റെ ദേശത്തിലേക്ക് അവരെ കൊണ്ടു ചെന്നാക്കുക. ഇത് ദൈവം മോശയ്ക്ക് നൽകിയ ദർശനമാണ്. മോശ ആ ആരംഭ കാലഘട്ടത്തിൽ വിമർശിച്ചെങ്കിലും പിന്മാറിപ്പോകുവാനായിട്ട് ശ്രമിച്ചു എങ്കിലും ദൈവ ആത്മാവിനാൽ മോശ ആ മിസ്രൈമിലേക്ക് കടന്നുപോയി. ദൈവശക്തിയാൽ മോശ ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തിലേക്ക് നയിച്ചു എന്നതാണ്. തുടർന്ന് മോശയുടെ ജീവിതത്തെ നാം ഒന്ന് പഠിക്കുകയാണെങ്കിൽ മോശ പലപ്പോഴൊക്കെ പറഞ്ഞു, ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ നിയമിച്ചു, ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം അത്രേ എന്നെ നിങ്ങളുടെ മുമ്പ് ആ നേതാവായി നിയമിച്ചു. അതൊക്കെ മോശ സാക്ഷീകരിക്കുക, ദൈവികമായ ഇടപെടലിന്റെ അനുഭവത്തെ മോശ സാക്ഷീകരിക്കുക. അതുപോലെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഒരു ശൗലിൻ്റെ ജീവിതമുണ്ടായിരുന്നു. ആ ശൗലിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ, അവൻ ഉപദ്രവിക്കുന്നവനാണ്, അവന് ക്രിസ്തു ജനത്തെ ശിക്ഷിക്കുന്നവനായിരുന്നു, ക്രിസ്തു ജനത്തെ പീഡിപ്പിക്കുന്നവനായിരുന്നു. ആ ശൗലിനെ പൗലോസാക്കി തീർത്ത ദൈവികമായ ഇടപെടൽ തന്നിലുണ്ടായപ്പോൾ ശൗൽ എന്ന പൗലോസ് പറയുകയാണ്, ദൈവം എന്നിൽ ഇടപെട്ടു. അനന്യാസിനെ ഈ പൗലോസ് ശൗലിൻ്റെ അടുക്കിലേക്ക് അയക്കുമ്പോൾ അനന്യാസിനോട് കൂടെ ദൈവം പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്, എൻ്റെ നാമം വഹിക്കുവാനുള്ളൊരു പാത്രമായി ഞാൻ അവന് തീർക്കാം. എൻ്റെ നാമം വഹിക്കുവാനുള്ള ഒരു വാഹനമായി, ഒരു പാത്രമായി ഞാൻ അവനെ മാറ്റും. നീ അവൻ്റെ അടുക്കിലേക്ക് പോയി അവനെ കൈവച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ അനന്യാസ് പ്രാർത്ഥിക്കുന്നുണ്ട്. ശൗൽ എന്ന പൗലോസ് ആ ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന ഒരു പാത്രമായി തീർന്ന് ലോകം മുഴുവൻ ഇറങ്ങിത്തിരിക്കപ്പെടുമ്പോൾ തൻ്റെ ദമസ്കോസിലേക്കുള്ള യാത്ര മധ്യേ ഉണ്ടാകുന്ന ദൈവികമായ ഇടപെടലിനെ തിരിച്ചറിയുകയും ആ ഇടപെടലിനെ ശൗൽ എന്ന പൗലോസ് പലയിടങ്ങളിൽ സാക്ഷീകരിക്കുകയും ദൈവിക ഇടപെടലിനെ വിശുദ്ധീകരിച്ചു കൊടുത്ത് ജനതയെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചേർത്ത് പിടിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധ്യമാകും. കർത്താവ് യിരെമ്യാവിനെ വിളിക്കുക. യിരെമ്യാവിനെ വിളിച്ച് യിരെമ്യാവിനോട് കൂടെ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി നീ യാത്ര ചെയ്യണം, എനിക്ക് വേണ്ടി നീ ജാതികളുടെ അടുക്കലേക്ക് കടന്നു പോവുകയാണ്. യിരെമ്യാവ് പറയുന്നുണ്ട്, കർത്താവേ എനിക്ക് വഴിയില്ല, നീ അങ്ങനെ പറയരുത്, എനിക്ക് സംസാരിപ്പാൻ കഴിയില്ല, തടിച്ച നാവ്, പാമ്പി, ഒന്നുകൊണ്ട് യോഗ്യനല്ല എന്നൊക്കെ പറയുന്ന യിരെമ്യാവിനെ കർത്താവ് തൊട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9 വാക്യങ്ങൾ പറഞ്ഞു, യഹോവ കൈനീട്ടി യിരെമ്യാവിനെ നാവിനെ തൊട്ടു. ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു, നിർമൂലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും ഞാൻ ഇന്ന് നിന്നെ ജാതികളുടെ അടുക്കലേക്ക് അയക്കുന്നതാണ്. അപ്പോൾ ദൈവം തെരഞ്ഞെടുത്തതിനെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിനെ സാക്ഷീകരിക്കുവാനായിട്ട്, ആ തെരഞ്ഞെടുപ്പിൻ്റെ മഹത്വത്തെ വിശദീകരിക്കുവാനുള്ള ഒരു മഹനീയ ദൗത്യത്തിലേക്ക് യിരെമ്യാവിനെ കർത്താവ് നിയമിക്കുമ്പോൾ യിരെമ്യാവ് അത് ഏറ്റെടുക്കുകയാണ്. യിരെമ്യാവ് അയോഗ്യനായിരുന്നിട്ട് പോലും യിരെമ്യാവിനെ യോഗ്യനാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് യിരെമ്യാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പ്രിയമുള്ളവരെ, ഇവിടെ പത്രോസിനെ കുറ്റം വിധിക്കുകയാണ്. പത്രോസിനെ വിചാരണ ചെയ്യുകയാണ്. പത്രോസിനെ വിചാരണ ചെയ്തത് മറ്റാരുമല്ല, കൂടെ ഉണ്ടായിരുന്ന ക്രിസ്തു ശിഷ്യന്മാർ തന്നെയാണ്. അവരൊക്കെ വിചാരണ ചെയ്യുമ്പോൾ പത്രോസ് പറയുകയാണ്, ദൈവം എന്നിൽ ഇടപെട്ടു. ദൈവികമാകുന്ന ഇടപെടലിനെ വിശദീകരിച്ച് തൻ്റെ ശുശ്രൂഷയുടെ മഹത്വം ലോകത്തോടുകൂടെ പത്രോസ് വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, രണ്ടാമത് നമുക്ക് നൽകുന്ന ചിന്ത ഇത്രയേ ഉള്ളൂ, ദൈവികമാകുന്ന ഇടപെടലിനെ പങ്കുവെക്കുവാനായിട്ട് നമുക്കാണ്. കാരണം ദൈവം ശുദ്ധീകരിച്ചത് ഒരിക്കലും മലിനമാകത്തില്ല. ദൈവം ശുദ്ധീകരിച്ചത് ഒരിക്കലും ആർക്കും മലിനമാക്കുവാനായിട്ട് കഴിയത്തില്ല. കർത്താവിൻ്റെ വിശുദ്ധ ശരീരം കൊണ്ടും അവൻ്റെ രക്തം കൊണ്ടും അവൻ നമ്മെ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ
അയോഗ്യതകളെ മാറ്റിവെച്ചുകൊണ്ട് യോഗ്യതകളോടുകൂടി പ്രവർത്തിക്കുവാനും യോഗ്യതകളോടുകൂടി ജീവിക്കുവാനും ഒക്കെ പ്രിയരെ നമുക്ക് കഴിയട്ടെ. 3 പൗലോസ് പത്രോസ് അപ്പോസ്തലൻ മൂന്നാമത് നമുക്ക് നൽകുന്ന ചിന്ത, അവസാനത്തെ വാക്യം 18, അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെ ആയാൽ ദൈവം ജാതികൾക്ക് ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. തൊട്ടുമുൻപിലുള്ള വാക്യങ്ങൾ നോക്കുക. 2-3 വാക്യം. വിധിക്കപ്പെടുന്ന ജനം, കുറ്റാരോപണം ചെയ്യപ്പെടുന്ന ജനം, വിചാരണ ചെയ്യപ്പെടുന്ന ജനം, അതേ ജനം ദൈവികമായ ഇടപെടലിൻ്റെ അനുഭവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയ. 3 പത്രോസ് പറയുന്നു, മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ നമുക്ക് കഴിയണം. അനുതാപത്തിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ഇവിടെ ശ്രദ്ധേയമായി നോക്കിക്കാണുവാൻ കഴിയുന്നത്, ആരാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്? ആരാണ് ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്? 2-3 വാക്യങ്ങൾ കാണുന്ന അതേ ജനം തന്നെയാണ്. ആ ജനം കുറ്റം വിധിച്ച ജനമാണ് ഇവിടെ ദൈവത്തെ അവരെല്ലാവരും മഹത്വപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ രക്ഷ ജാതികളുടെ ഇടയിൽ ജീവപ്രാപ്തിക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുകയാൽ, ജനം മാനസാന്തരപ്പെട്ടിരിക്കുകയാൽ, ഈ ജനവും മാനസാന്തരപ്പെട്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മഹത്വപ്പെടുത്തുന്നു. കാരണം ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ട് എങ്കിൽ മാത്രമേ ദൈവീകമായ ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട് നമുക്ക് സാധ്യമാകുകയുള്ളൂ. മാനസാന്തരപ്പെട്ടുകൊണ്ട് അയോഗ്യതകളെ യോഗ്യതാക്കി തീർക്കുന്ന ദൈവീക മഹത്വത്തെ ദർശിച്ചുകൊണ്ട് അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് പ്രിയരെ നമുക്കൊരുങ്ങാം. ദൈവജനം ദൈവപ്രവൃത്തിയെ തിരിച്ചറിഞ്ഞതിനാൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. നമുക്കും ദൈവിക പ്രവൃത്തികളെ തിരിച്ചറിയാം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടുന്ന ദൈവിക പ്രവൃത്തികളെ തിരിച്ചറിയാം. പ്രിയരെ, ഇവിടെ ചെയ്യുന്നത് പോലുള്ള കുറ്റം വിധിക്കപ്പെടലല്ല, കുറ്റാരോപണം അല്ല, കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് ദൈവിക പ്രവൃത്തികളുടെ ഇടപെടലിനെ തിരിച്ചറിഞ്ഞ് മാനസാന്തരത്തോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവിക രക്ഷയുടെ പാത്രരായിത്തീരുവാനും എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ പാദാന്ത്യത്തോളം ഇറങ്ങി വരുവാൻ നമുക്ക് കഴിയട്ടെ. ഏതൊരു സാഹചര്യത്തിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഏതൊരു സാഹചര്യത്തിലും ദൈവം ചെയ്ത പ്രവൃത്തികളെ നമുക്ക് സാക്ഷീകരിക്കാം. അവൻ്റെ ഇടപെടൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയും കവിന്ദിവ്യ സമാധാനം നമ്മുടെ ഹൃദയങ്ങളും നിലവിളയും ക്രിസ്തേശങ്ങൾ കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം. ധർമ്മശിവാക്യം പാടി പ്രാർത്ഥിക്കാം.